I must say that before I went to the US, I didn't consciously identify as African. അപ്പോൾ അവിടെ അഡീച്ചി പറയാണ്, യു എസിലേക്ക് പോകുന്നതിന് മുമ്പ് താനൊരിക്കലും ഒരു ആഫ്രിക്കക്കാരിയാണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ വംശജയാണ് എന്ന് ഒരിക്കലും ആ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ബോധം അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ ബോധപൂർവം അവൾക്കത് ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല, മനസ്സിലേക്ക് വന്നിട്ടേ ഇല്ലായിരുന്നു. But in the US, whenever Africa came up, people turned to me. എന്നാൽ യു എസിൽ ചെന്നതിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ ആഫ്രിക്കയെ പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചർച്ചയായ സമയത്ത്, യു എസിൽ ചർച്ചയായ സമയത്ത് ആൾക്കാരെല്ലാം എൻ്റെ നേരെ തിരിയുമായിരുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ ചില സുഹൃത്തുക്കളെയൊക്കെ തിരിഞ്ഞു നോക്കില്ലേ ക്ലാസ്സിലൊക്കെ വെച്ചിട്ട്, ചില കാര്യങ്ങൾ അവരെ പറ്റി പറയുമ്പോൾ അല്ലെ അവരെ ബന്ധപ്പെടുത്തിയുള്ള എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ. അതുപോലെ ആഫ്രിക്കയെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേനും ഒരു നോട്ടം ഇവളുടെ നേരെ ഉണ്ടാകുമായിരുന്നു. I did come to embrace this new identity. Now in many ways I think of myself now as African, although I still get quite irritable when Africa is referred to as a country. അപ്പോൾ അഡീച്ചി അവളുടെ ഈ പുതിയ വ്യക്തിത്വത്തെ അങ്ങനെ സ്വീകരിച്ചു. ആഫ്രിക്കക്കാരി എന്നൊരു ചിന്ത അവളിലേക്ക് തന്നെ വന്നു. ഓക്കെ, അതുമാത്രമല്ല പലതരത്തിലുള്ള കാര്യങ്ങളിലും അതൊക്കെ ചെയ്യുമ്പോഴോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോഴൊക്കെ താനൊരു ആഫ്രിക്കക്കാരിയാണല്ലോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. എന്നിട്ട് ഇവർ പറയാണ്, ഈ ആഫ്രിക്ക ഒരു രാജ്യമെന്ന നിലയിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പരാമർശിക്കപ്പെടുമ്പോൾ ശരിക്കും അത് ഇവരെ അസ്വസ്ഥയാക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആൾക്കാരെന്തായാലും ആഫ്രിക്കയെ ഒരു പോസിറ്റീവ് സൈഡിൽ കാണാൻ ചാൻസ് വളരെ കുറവാണ് എന്നുള്ളൊരു വസ്തുതയുണ്ട്. ആഫ്റ്റർ ഐ ഹാഡ് സ്പെൻഡ് സം ഇയേഴ്സ് ഇൻ ദ യു എസ് ആസ് ആൻ ആഫ്രിക്കൻ, ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് മൈ റൂംമേറ്റ്സ് റെസ്പോൺസ് ടു മീ. ഒരു ആഫ്രിക്കൻ എന്ന നിലയിൽ കുറച്ച് കാലം ഞാൻ യു എസിൽ ചിലവഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡീച്ചയുടെ റൂംമേറ്റിൻ്റെ ഇവളോടുണ്ടായിരുന്ന മനോഭാവം അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ അഡീച്ചയ്ക്ക് സാധിച്ചു തുടങ്ങി. If I had not grown up in Nigeria and if all I knew about Africa were from popular images, I too would think that Africa was a place of beautiful landscapes, beautiful animals, and incomprehensible people unable to speak for themselves and waiting to be saved by a kind white foreigner. ഇവർ പറയാണ്, ഞാൻ നൈജീരിയയിൽ അല്ലായിരുന്നു വളർന്നതെങ്കിൽ, ഓക്കെ, ആഫ്രിക്കയെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നതെല്ലാം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ജനപ്രീതിയൊക്കെ ആർജിച്ച ചിത്രങ്ങളിൽ നിന്നായിരുന്നു എങ്കിൽ അഡീച്ചയുടെ ചിന്തയിൽ ആഫ്രിക്ക എന്താകുമായിരുന്നു? മനോഹരമായ, വളരെ പ്രകൃതി ഭംഗിയുള്ള, മനോഹരമായ ജീവജാലങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിട്ട് ആഫ്രിക്കേനെ അഡീച്ചി മനസ്സിലാക്കിയേനെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ്? സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയാത്ത, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ജനങ്ങൾ, ആ ജനങ്ങൾ ചിന്തിക്കുന്നു അവരെ അവിടെ നിന്നും രക്ഷിക്കാൻ ഏതെങ്കിലും ഒരു വെള്ളക്കാരൻ വരും, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ജനവിഭാഗങ്ങളുള്ള ഒരു നാട്. ഇങ്ങനെ ഒരു ചിന്ത ആഫ്രിക്കയെപ്പറ്റി അഡീച്ചിയുടെ മനസ്സിലും ഉണ്ടാകുമായിരുന്നു. I would see Africans in the same way that I as a child had seen Fide's family. കുട്ടിയായിരുന്ന സമയത്ത് അഡീച്ചി ഫിദയുടെ കുടുംബത്തെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ആഫ്രിക്കക്കാരെയും കാണുമായിരുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. I began to realize that my American roommate must have throughout her life seen and heard different versions of this single story. അഡീച്ചി പറയാണ്, അപ്പം എൻ്റെ അമേരിക്കക്കാരിയായിട്ടുള്ള റൂംമേറ്റ് തീർച്ചയായിട്ടും അവളുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളിലും ആഫ്രിക്കയെപ്പറ്റി പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും. അതായത് ആഫ്രിക്ക എന്ന ഈ ഒറ്റ കഥയുടെ പല ഭാഗങ്ങൾ, പല രീതികൾ, പല വേർഷൻസ് അവൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്ന് നമ്മുടെ അഡീച്ചി തിരിച്ചറിയുകയാണ്. അതുകൊണ്ടായിരിക്കാം റൂംമേറ്റിന് ഇവളോടുള്ള പ്രതികരണം ഇപ്രകാരമായിരുന്നത്. A professor once told me that my novel was not authentically African.
ഒരിക്കൽ ഒരു വിദഗ്ധനായ അധ്യാപകൻ അഡീച്ചിയോട് പറയുന്നുണ്ട്, അഡീച്ചി എഴുതുന്ന നോവൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ നോവലല്ല, ഒരു ആഫ്രിക്കയിൽ നിന്നും ഉണ്ടാവേണ്ട ഒരു ആഫ്രിക്കൻ ടച്ചുള്ള ഒരു നോവലേ അല്ല എന്ന് പറയുകയുണ്ടായി. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഒത്തൻറ്റിസിറ്റി വാസ്. അഡീച്ചി പറയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ ഒത്തൻറ്റിസിറ്റി, അതായത് ആഫ്രിക്കൻ ആധികാരികത എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. The professor told me that my characters were too much like him, an educated and middle class man. ഈ അധ്യാപകൻ ഇവരോട് വിവരിച്ചു കൊടുക്കുകയാണ് അതെന്തുകൊണ്ട് ആഫ്രിക്കൻ ആധികാരികത ഇല്ല എന്ന്. അദ്ദേഹം പറയുന്നത് അഡീച്ചിയുടെ കഥാപാത്രങ്ങളൊക്കെ ഏതാണ്ട് അദ്ദേഹത്തെ പോലെ സാമ്യമുള്ള കഥാപാത്രങ്ങളാണ്. അതായത് ഒരു മധ്യവർഗത്തിൽപ്പെട്ട എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നനായ കഥാപാത്രങ്ങളാണ് അഡീച്ചിയുടെ കഥാപാത്രങ്ങൾ. My characters drove cars. They were not starving. Therefore, they were not authentically African. അഡീച്ചിയുടെ കഥാപാത്രങ്ങൾ കാർ ഓടിക്കുന്നവരായിരുന്നു. അതുപോലെ അവർക്ക് പട്ടിണിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആധികാരികമായിട്ട് ആഫ്രിക്കക്കാർ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ പ്രൊഫസറുടെ കണ്ടുപിടുത്തം. മീൻസ് ആഫ്രിക്കൻ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരെയോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കാർ ഓടിക്കുന്ന അതുപോലെ പട്ടിണിയില്ലാത്ത കഥാപാത്രങ്ങളെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ പട്ടിണി നിറഞ്ഞ, വിദ്യാഭ്യാസമില്ലാത്ത, സാമ്പത്തികമായി തളർന്നു കിടക്കുന്ന, കാറൊന്നും ഓടിക്കാനില്ലാത്ത, യാത്രാമാർഗ്ഗങ്ങളില്ലാത്ത ഒരു കുഗ്രാമമായിട്ട് അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് ഇവർ കണ്ടിരുന്നത്. ഇറ്റ് വാസ് എ സിംഗിൾ സ്റ്റോറി, റൈറ്റ്? അതുകൊണ്ട് തന്നെ നമ്മുടെ അഡീച്ചിയുടെ കഥാപാത്രങ്ങൾ ഒരിക്കലും ആഫ്രിക്കൻ കഥാപാത്രങ്ങളല്ല, അല്ലെ ആഫ്രിക്കൻ നോവലല്ല എന്ന് ഈ പ്രൊഫസർ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful, I began to think about how I could invent horrible things my parents had done to me. ഇവരോട് പറയാണ്, ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരൊക്കെ അവരുടെ ലൈഫിൽ വിജയിക്കണമെങ്കിൽ, അവരുടെ എഴുത്തിൽ വിജയിക്കണമെങ്കിൽ ശരിക്കും അവർക്ക് ദുരിതപൂർണമായിട്ടുള്ള ഒരു ബാല്യകാലം, ചൈൽഡ്ഹുഡ് അവർക്കുണ്ടായിരിക്കണം എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അഡീച്ചി മനസ്സിലാക്കുകയാണ്. അപ്പോൾ അഡീച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ്, അഡീച്ചിയുടെ മാതാപിതാക്കൾ എന്തൊക്കെയാണ് എത്രമാത്രം ക്രൂരമായിട്ടുള്ള അല്ലെ ഭയാനകമായ കാര്യങ്ങൾ അഡീച്ചിയോട് ചെയ്തിട്ടുള്ളത്, അതൊക്കെ കണ്ടെത്താൻ വേണ്ടി അഡീച്ചി ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം അത്തരം അനുഭവങ്ങൾ അഡീച്ചിക്ക് ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്നും വളരെ ഭയങ്കരമായിട്ടുള്ള എഴുത്തുകൾ അഡീച്ചിക്ക് നിർമ്മിക്കാൻ പറ്റൂ. കാരണം കണ്ടിട്ടുള്ള വിജയിച്ചിട്ടുള്ള എഴുത്തുകാരെല്ലാം ബാല്യകാലം വളരെ ദുരിതപൂർണമായിട്ടുള്ളതായിരുന്നു. But the truth is that I had a very happy childhood, full of laughter and love, in a very close-knit family. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ അഡീച്ചിയുടെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം നിറഞ്ഞ ഒന്നായിരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹവും സഹകരണവും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സന്തോഷവും സ്നേഹവും നിറഞ്ഞ വളരെ മനോഹരമായൊരു കുട്ടിക്കാലമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു അഡീച്ചിയുടേത്. അവിടെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ദയനീയമായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒന്നും തന്നെ അഡീച്ചിക്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ ഓൾസോ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൂ ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. പക്ഷേ അഭയാർത്ഥി ക്യാമ്പുകളിൽ വെച്ച് മരണമടഞ്ഞ മുത്തച്ഛന്മാർ എനിക്കുണ്ടായിരുന്നു എന്ന് അഡീച്ചി പറയുകയാണ്. മൈ കസിൻ പോളി ഡൈഡ് ബിക്കോസ് ഹീ കുഡ് നോട്ട് ഗെറ്റ് ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ. അതുപോലെ തന്നെ അഡീച്ചിയുടെ ഒരു ബന്ധു പോളി മരിച്ചത് അവർക്ക് ആവശ്യമായ ചികിത്സയൊന്നും കിട്ടാത്തതിനാലായിരുന്നു. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഒക്കലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് ഓഫ് ഫയർ ട്രക്സ് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. അഡീച്ചിയുടെ വളരെ അടുത്ത കൂട്ടുകാരിൽ ഒരാളായ ഒക്കലോമ മരിച്ചത് ശരിക്കും പറഞ്ഞൊരു വിമാനാപകടത്തിലാണ്. അതിന് കാരണം അവരുടെ അഗ്നിശമന സേനാ വാഹനത്തിൽ, ഫയർഫോഴ്സിൻ്റെ വാഹനത്തിൽ വെള്ളമില്ലായിരുന്നു തീ കെടുത്താൻ. അങ്ങനെയാണത് സംഭവിച്ചത്. ഐ ഗ്രൂ അപ്പ് അണ്ടർ റെപ്രസീവ് മിലിറ്ററി ഗവൺമെൻറ്റ്സ് ദാറ്റ് devalued education so that sometimes my parents were not paid their salaries. അഡീച്ചി വളരുന്ന കാലഘട്ടത്തിൽ അവിടെ ഭരിച്ചിരുന്നത് ഒരു പട്ടാള ഭരണകൂടമായിരുന്നു. അതുമാത്രമല്ല അവരാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യമറിയാത്ത, എല്ലാത്തിനെയും അടിച്ചമർത്തുന്ന
സ്വഭാവമുള്ള ഒരു ഭരണകൂടമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അവർ തൻ്റെ മാതാപിതാക്കൾക്ക് അവരുടെ ശമ്പളം കൊടുത്തിരുന്നില്ല. അതായത് പലപ്പോഴും ഒഫീഷ്യൽസിനൊക്കെ ശമ്പളം കിട്ടാതിരുന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദീസ് സ്റ്റോറീസ് മേക്ക് മീ ഹു ഐ ആം. ഇവർ പറയുകയാണ്, അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കഥകളെല്ലാം കൂടെ ചേർന്നാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ബട്ട് ടു ഇൻസിസ്റ്റ് ഓൺ ഓൺലി ദീസ് നെഗറ്റീവ് സ്റ്റോറീസ് is to flatten my experience and to overlook the many other stories that formed me. അപ്പോൾ അവർ പറയാണ്, എന്നാൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കഥകൾ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മാത്രം പൊക്കി കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അഡീച്ചിയുടെ അനുഭവങ്ങളെ നമ്മൾ പരത്തി പറയുകയും അഡീച്ചിയെ രൂപപ്പെടുത്തിയ മറ്റ് അനേകം കഥകളെ നമ്മൾ അവഗണിക്കുകയുമായിരിക്കും ചെയ്യുക. അതായത് ധാരാളം നെഗറ്റീവായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടെങ്കിൽ കൂടിയും അവിടെ അഡീച്ചി എന്ന വ്യക്തിയെ അങ്ങനെ ആക്കി തീർത്ത കുറേ പോസിറ്റീവ് സ്റ്റോറീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ നെഗറ്റീവിനെ മാത്രം പൊക്കി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നീതിയല്ല. സാധാരണ നമുക്ക് ആഫ്രിക്കയെ പറ്റിയുള്ള സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റോറീസ് മാത്രമായിരിക്കും എന്നിവരെ പറഞ്ഞു വെക്കുകയാണ്. The single story creates stereotypes. And the problem with stereotypes is not that they are untrue, but that they are incomplete. അപ്പോൾ ഇവർ പറയാണ്, ഇവരുടെ ഈ ഏക കഥ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അത് വളരെയധികം പകർപ്പുകളെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ പകർപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണവുമല്ല, അത് ഇൻകംപ്ലീറ്റുമാണ്. They make one story become the only story. അവർ ഒരു കഥയെ ഏക കഥ മാത്രമാക്കി മാറ്റുന്നു. അതായത് ഉള്ള കഥകളിൽ ഏതെങ്കിലും ഒരു കഥ, മിക്കവാറും അതൊരു നെഗറ്റീവായിരിക്കും, അതിനെ വെച്ചിട്ട് മൊത്തത്തിൽ ആ ഒരു കഥയാക്കി മാറ്റുന്നു. മൊത്തത്തിൽ അതാണ് ആഫ്രിക്ക എന്നുള്ള ഒരു രീതിയിലേക്ക് വരുത്തി തീർക്കുന്നു. ഓക്കെ, ഇതാണ് അഡീച്ചിയുടെ പ്രസംഗം. ഇനി സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. 8th question, ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് ഫാക്ടേഴ്സ് കോസ് ഹ്യൂമൻ ഇനീക്വാലിറ്റി? നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ അസമത്വത്തിന് കാരണം എന്താണ്, സമത്വമില്ലായ്മയ്ക്ക് കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ നമ്മുടെ ഒപ്പീനിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങൾ പറയാം. ലൈക്ക് ഇലിട്രസി, അതുപോലെ റേഷ്യൽ ഡിഫറൻസ്, പോവേർട്ടി, സിംഗിൾ സ്റ്റോറീസ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, അതായത് പട്ടിണി, അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലാത്ത അവസ്ഥ, നിരക്ഷരത, അതുപോലെ ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട്. ഓക്കെ, 9th question, വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് എ സിംഗിൾ സ്റ്റോറി അക്കോർഡിംഗ് ടു അഡീച്ചി? അഡീച്ചിയുടെ രീതി അനുസരിച്ച്, അല്ല അഡീച്ചി പറയുന്നതനുസരിച്ച് ഒരു ഏക കഥയുടെ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. Here Adichie says, the single story creates stereotypes, and the problem with stereotypes is not that they are untrue, but that they are incomplete. So, they make one story become the only story. അഡിച്ചി പറയുന്നത് ഒരു ഏക കഥ, അത് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്, അത് വളരെയധികം പകർപ്പുകളെ സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പകർപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നുണയാണ് എന്ന് മാത്രമല്ല, അത് അപൂർണവുമാണ്, പൂർണ്ണമല്ല, കംപ്ലീറ്റ് അല്ല. ഓക്കെ, ഇങ്ങനെയൊരു പ്രശ്നം ഇതിനുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് അല്ലാത്ത വലിയൊരു നുണയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പകർപ്പുകൾ. നമ്മൾ സാധാരണ കേൾക്കുന്നതൊക്കെ ഇത്തരം പകർപ്പുകളാണ് സിംഗിൾ സ്റ്റോറീസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കഥയെ ഒരു ഏക കഥയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിയെ ആ ഒരു ഭാഗത്തിൻ്റെ മൊത്തം രീതിയിൽ കാണുന്ന ഒരവസ്ഥ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.